ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഹോം ഓർഗനൈസേഴ്സ് ആണ് കേട്ടോ. ഈ ഹോം ഓർഗനൈസേഴ്സ് ഒക്കെ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇതെല്ലാം തന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിന് പുറമെ നമുക്ക് ഈ ഓർഗനൈസേഴ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിച്ചെടുക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ഐഡിയാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലും ആ വീഡിയോ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഓർഗനൈസേഷൻ വീഡിയോസും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. സാധാരണയായിട്ട് മാഗസിൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ മാഗസിൻ ഹോൾഡേഴ്സ് നമുക്ക് നമ്മുടെ കിഡ്സിൻ്റെ സ്റ്റഡി ഏരിയയിലാണെങ്കിൽ അവരുടെ ടേബിളിൽ അവരുടെ ആക്ടിവിറ്റി ബുക്സ് ആയ ഡ്രോയിങ്, കളറിങ് പോലത്തെ ബുക്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് സ്പേസിൽ നമുക്ക് നമ്മുടെ പ്ലാനറുകളും ഡയറികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഇതുപോലത്തെ മാഗസിൻ ഹോൾഡേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കബോർഡിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലത്തെ നാരോ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസിൽ ഇതുപോലത്തെ ഒരു ഹോൾഡർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് പോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഓർഗനൈസർ നമ്മുടെ കിച്ചൺ കബോർഡിലെ ഡോറിൽ സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട നമ്മുടെ ക്ലിംഗ് റാപ്പ്, അതുപോലെ തന്നെ ഫോയിൽ പേപ്പർ, അതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കിച്ചണിലെ ഡോറിൽ തന്നെ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. കൗണ്ടർ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലേറ്റുകളും അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് വെക്കാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആയിട്ടും ഒണിയൻ ബാസ്ക്കറ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു മാഗസിൻ ഹോൾഡർ ഉപയോഗിച്ചെടുക്കാം. അതുപോലെ തന്നെയാണ് ഇതുപോലെ വലുപ്പത്തിലുള്ള ലോണ്ടറി ബാസ്ക്കറ്റുകൾ. ഇത് നമുക്ക് വാഷ് ചെയ്യാനുള്ള തുണികൾ ഇടാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ വാഷ് ചെയ്ത് കൊണ്ടുവരുന്ന തുണികൾ മടക്കി വെക്കുന്നത് വരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനും ഇതുപോലത്തെ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യാം. ഒപ്പം തന്നെ കുട്ടികളുടെ ടോയ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ അത് കുട്ടികൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കിച്ചണിൽ ചെറിയ കിച്ചണൊക്കെ ഉള്ളവർക്ക് അവരുടെ എക്സ്ട്രാ ഗ്രോസറി ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ കിച്ചണിൻ്റെ ഒരു കോർണറിൽ തന്നെ എല്ലാം നമുക്ക് അതിൽ വെച്ചതിന് ശേഷം നമുക്ക് നീറ്റായിട്ടും ഭംഗിയായിട്ടും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലെയുള്ളൊരു സ്ട്രെയിനർ ബാസ്ക്കറ്റും നമുക്ക് നല്ലൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ഫ്രൂട്ട് ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യാം. കൗണ്ടർ ടോപ്പിൽ നമ്മുടെ ചെറിയ സ്പൈസ് ജാറുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ മേക്കപ്പ് ടേബിളിൽ അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബാസ്ക്കറ്റ് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ ഇങ്ങനത്തെ ബാസ്ക്കറ്റിലാകുമ്പോൾ ഈ നമ്മുടെ ഇയർ റിങ്സൊക്കെ ഇതുപോലെ ഹാങ് ചെയ്ത് തന്നെ നമുക്കതിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഓർഗനൈസറാണ് ഇതുപോലെയുള്ള സാരി ഓർഗനൈസർ. ഇത് നമുക്ക് നമ്മുടെ സാരികളൊക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, അല്ലാതെ പല ഉപയോഗവും നമുക്ക് ഈ ഒരു ഓർഗനൈസർ വെച്ചിട്ട് ഉണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് നമ്മൾ സാരികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മൾ ഒക്കേഷണലി വല്ല ഫെസ്റ്റിവൽസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ, അതുപോലത്തെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈ ഒരു സാരി ഓർഗനൈസറിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാങ്കറ്റ്സ്, ബെഡ്ഷീറ്റുകൾ നമ്മൾ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒരു സാരി ഓർഗനൈസറിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ സാരി ഓർഗനൈസറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഒറ്റ സ്പേസിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഐറ്റംസും നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പ്ലേറ്റ് ട്രാക്കുകൾ. നമ്മുടെ മിക്ക അടുത്തും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് പ്ലേറ്റ് ട്രാക്കുകൾ. ഈ പ്ലേറ്റ് ട്രാക്കുകൾ നമുക്ക് പ്ലേറ്റുകൾ വെക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പാത്രങ്ങളുടെ ലിഡുകൾ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. നമുക്കത് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ പൗച്ചുകളൊക്കെ നമ്മുടെ വാർഡ്രോബിലൊക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ട്രാക്ക് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം.
ഡിഫറെൻറ്റ് പൗച്ചുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റഡി ഏരിയയിൽ നമ്മുടെ ബുക്കുകൾ, പ്രത്യേകിച്ച് നമ്മുടെ റീഡിംഗ് ബുക്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ബുക്സുകളൊക്കെ നമ്മുടെ നോവൽ പോലത്തെ ബുക്കുകളൊക്കെ വായിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ ബുക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ഓർഗനൈസർ, ഈ ഒരു പ്ലേ ട്രാക്ക് നമുക്ക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ കബോർഡിലെല്ലാം യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഓർഗനൈസേഴ്സ് നമുക്ക് കിച്ചൺ കബോർഡിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വാർഡ്രോബിൽ ഇപ്പോൾ നമ്മൾ ക്ലോത്തൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ചെറിയ സ്പേസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.